ഹലോ. അപ്പം ഞാനിന്ന് ഒരു അമ്പർല ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ദിസ് വൺ. ചിലപ്പോൾ ഞാൻ ഫ്രില്ല് വെക്കുകയുള്ളൂ, മിച്ചം ഫാബ്രിക് തികയുമെങ്കിൽ ഫ്രില്ല് വെക്കും, അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സാട്ടോ ചെയ്യാൻ. ഭയങ്കര സിമ്പിളും ട്രെൻഡിങ്ങും ആയിട്ടുള്ളതാണ്. ഞാൻ എസ് സൈസിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലത്തെ പാറ്റേണിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈസിലുള്ളത് നിങ്ങൾ ചെയ്തോ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ 2.5 മീറ്റർ നിവർത്തിയിട്ട് ഞാൻ കാണിച്ചു. ഈ 2.5 മീറ്റർ നമുക്ക് ഹാഫായിട്ട് മടക്കാം. ഹാഫായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഒരു കോണ് പോലെ മടക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ മടക്കാം. എന്നിട്ട് ഞാൻ നിവർത്തി അങ്ങ് ഇടുക. എന്നിട്ട് ഈ ഇവിടെ നമ്മൾ ഇത് വെക്കും, സൈസിൻ്റെ ഇത്. എന്നിട്ട് നമുക്ക് എത്ര ഷോൾഡർ വേണമെന്ന് ആദ്യം മാർക്ക് ചെയ്യാം. 3.5 ഷോൾഡർ കൊടുക്കാവേ. അവിടെ ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കാം, 3.5. എന്നിട്ട് ഇവിടെ കണ്ടോ, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം തൊട്ട് ഇങ്ങനെ എല്ലാം ക്ലോസ് ആയിട്ടിരിക്കുന്നു. ഇവിടെ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗമില്ലേ, ഒരു സൈഡ് ക്ലോസും ഒരു സൈഡ് ഓപ്പണും. ആ ഭാഗത്ത് വേണം നമ്മുടെ നെക്ക് വരെ. മറ്റേ ഭാഗത്ത് നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ 3.5 വരച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മളിത് വെച്ച് കൊടുക്കാം. കറക്റ്റ് ഇങ്ങനെ നേരെ വെച്ചോട്ടോ. ഇങ്ങനെ നേരെ വരണം, ചെരിയരുത്. ഇങ്ങനെ വരല്. ഇവിടെ നേരെയാണ് നെക്കിയിരിക്കുന്നത്, അങ്ങനെ തന്നെ ഇത് വെക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ആം ഹോൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ആംഹോൾ വരച്ചു കൊടുത്തിട്ട് ബാക്കി നെക്ക് ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പം നമുക്കിവിടെ ഒരു ഇതിൽ നമുക്കിത്ര ആദ്യം കട്ട് ചെയ്യാവേ. ഷോൾഡർ ഇനി നമുക്ക് താഴെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടി ഇവിടുന്ന് 37 ഇഞ്ചാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ ഒരു 44 എടുക്കുവാണേ. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 44 എടുക്കുവാണ്. ഒരു പ്രത്യേക ഷേപ്പിലായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങോട്ട് 44 എടുത്തു. ഇവിടെ നടുക്ക് 40 എടുക്കുക. ഇവിടെ നിങ്ങോട്ട് 38. ഇത് ഒരു കേവ് പോലെ ഇങ്ങനെ വരച്ചെടുക്കാം. എനിക്കിഷ്ടമുള്ള ലെങ്ത് എടുക്കാം കേട്ടോ. ഇത് വെച്ചാൽ ഞാൻ ഫ്രില്ല് വെക്കാമെന്ന് വിചാരിക്കുന്നത്, പക്ഷെ നടക്കാൻ വലിയ സാധ്യത ഇല്ല. നോക്കാം. പിന്നെ ഈ ഭാഗത്തില്ലേ, നമുക്ക് കുറച്ച് ചേരിച്ച് ഷോൾഡർ ഡ്രോപ്പ് ഒന്ന് ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നിങ്ങോട്ട് ഞാൻ ഫ്രണ്ടിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണം കട്ട് ചെയ്യാം. ഫ്രണ്ട് കട്ടായിട്ടുള്ള ഇത് ഞാൻ കട്ട് ചെയ്യാതെ ചെയ്യുക. സോ ഇവിടെ നിന്ന് എത്ര ലെങ്ത് വേണമെന്ന് നോക്കണം. എനിക്കൊരു 6.5 മതി ലെങ്ത് ഫ്രണ്ടിൽ. ഫ്രണ്ട് നെക്ക് ബാക്കാണേലും ബാക്കും അത്രയും തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഫ്രണ്ടിൽ 6.5 എടുത്തിട്ട് ഒരു 1.5 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുവാണേ. ഞാൻ അടുപ്പിച്ച് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ട് 6.5 മാർക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്
ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ടല്ല ഗൈസ്, ഇങ്ങനെ ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു പോയിന്റിലോട്ട് ഞാനിങ്ങനെ ചെരിച്ച് വരച്ചു. എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ തന്നെ നേരെ ആദ്യം കട്ട് ചെയ്യാം. ഈ 6.5 വരെ കറക്റ്റ് 6.5 നിൽക്കണേ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ചെരിച്ച് നമ്മുടെ എൻബോസിനെ കൊണ്ട് മുട്ടിക്കുക. ബാക്കിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ നിവർത്താം. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗമില്ലേ, അവിടെ ഒരു സ്റ്റിച്ച് നേരെ എന്ന് വെച്ചാൽ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഈ പോയിന്റ് തൊട്ട് എത്ര ഇറക്കം വേണോ ആ പോയിന്റ് തൊട്ട് നേരെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇത് നെക്കാണ്, ബാക്ക് നെക്കായിട്ട് വരും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിടാം. നെക്ക് നടുക്ക് വരുന്ന രീതിയിലിടാം. കണ്ടോ, രണ്ട് ആം ഹോളായി. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഷോൾഡർ തമ്മിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കുറച്ചുകൂടെ ഷോൾഡറിന് ഇവിടെ വൈഡ് ആവണം. അപ്പോൾ എനിക്ക് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി വൈഡ് ആവാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത്രയും ചെയ്ത് ഇട്ട് നോക്ക്. എന്നിട്ട് ഇവിടെ ലൂസ് ആണെങ്കിൽ ഇവിടെ ഒരു ഇഞ്ച് ടൈറ്റ് ആക്കാം. പിന്നെ എന്താ, അപ്പോൾ ഷോൾഡർ ക്ലോസ് ആയിട്ട് മതിയെങ്കിൽ ഇങ്ങനെ തന്നെ മതി. അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ ഡീപ്പ് വേണം, വൈഡ് വേണമെന്ന് തോന്നി. അപ്പം ഞാൻ ഇത് പെർഫെക്റ്റ് ആണ്, പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നി. അപ്പം ഞാനൊരു 2 ഇഞ്ചും കൂടെ ഡീപ്പാക്കാൻ പോവാം. അതായത് 6.5 ഞാൻ എടുത്ത് 6, 6.5, 7.5, 8.5 ആക്കാൻ പോവാണ്. അത് 8 കൊടുക്കാം. പിന്നെ ഇവിടെ 3.5 നമ്മൾ കൊടുത്തത്, ഒരു 2 or 3 ആക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇങ്ങനെ മടക്കി കറക്റ്റ് മടക്കിയിടാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വൈഡായിട്ടല്ലേ വേണ്ട. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ ഞാൻ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ കട്ട്. ഇനി ബാക്കി മാറ്റി വെക്കാം. ബാക്ക് ജസ്റ്റ് ഇങ്ങനെ ബാക്കിലോട്ടാക്കി വെച്ചിട്ട് ഫ്രണ്ട് ഡീപ്പാക്കാം കേട്ടോ. ഞാൻ 2 ഇഞ്ച് കൂടെ ഡീപ്പാക്കും. 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ടിങ്ങനെ ഈ ഷോൾഡറിൻ്റെ പോയിന്റിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കാം. ആ ഒരു ഷേപ്പിൽ വെട്ടിക്കൊടുക്കാം. ജസ്റ്റ് വേണം ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്ക്. അപ്പം എങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ നമുക്ക് മാറ്റാൻ. അത് കഴിഞ്ഞ് നമ്മൾ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ 2 നെക്കും റെഡിയായി. ഇവിടത്തേക്ക് വേണ്ടി ക്രോസ് പീസ് എടുക്കണം. ഇവിടത്തേക്ക് വേണ്ടി നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ വി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തിട്ടില്ലേ, അതേപോലെ നമുക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി താഴെ കട്ട് ചെയ്തിട്ട് മിച്ചം വന്ന ഫാബ്രിക് ഇല്ലേ, അത് നമുക്ക് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് മടക്കാം. എന്നിട്ട് ഇനി ബാക്ക് നെക്ക് എടുക്കുക.
ഇവിടെ ഇങ്ങനെ വെക്കാം. കുറച്ച് ഇറക്കി വെക്കണേ. ഇവിടെ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടാകണേ. ഇവിടെ താഴെ സ്പേസ് വേണം. ഈ നെക്കിൻ്റെ എൻഡ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് നെക്കാണ് ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വെക്കാം, കറക്റ്റ് നെക്ക് പോലെ ഹാഫായിട്ട്. ഇതിൻ്റെ ഈ മടക്കിയിട്ടതിൻ്റെ പൊക്കത്ത് ഇത് വെക്കാം. എന്നിട്ട് അതേപോലെ ആ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഈ സ്കെയിലിൻ്റെ വിട്ടിൽ, അതായത് 1.2 വിട്ടിൽ നോക്കിയത് ഇങ്ങനെ നോക്കി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കായി ഫ്രണ്ട് കട്ടിയാണ്. അതിനെ നമ്മളിങ്ങനെ ഹാഫായിട്ട് മടക്കുക, രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത്, ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ വെക്കാം. ഇവിടെ കുറച്ച് വിട്ടിട്ട് കുറച്ച് സ്പേസ് കിട്ടണേ. ഇവിടെയും സ്പേസ് കിട്ടണം. ഇതേപോലെ ചേർത്ത് വെക്കാം. എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ അരയിഞ്ച് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഈ ഒരു ഷേപ്പിൽ. പക്ഷെ നമ്മളിത് വെട്ടുമ്പോൾ നേരെ വി പോലെ തന്നെ വരച്ചിടുക. ഈ പോയിന്റിലോട്ട് വി പോലെ ഇവിടെ ഇങ്ങനെ വരയ്ക്കണം. അതായത് ഈ എല്ല് പോലെ വരയ്ക്കരുത്. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ക്രോസ് പീസ് കട്ട് ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പീസുകൾ എടുക്കാം. ഇങ്ങനെ കിട്ടിയ ചെറിയ ചെറിയ പീസുകൾ എടുക്കാം. എന്നിട്ട് മറ്റേത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ കേട്ടോ. വേണം അതിൽ തന്നെ എടുത്തു. ഹൃദയത്തിൻ്റെ തുണിയൊക്കെ കായുന്നേ, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ചേരിച്ച് ഇങ്ങനെ സ്കെയിൽ വെച്ച് വരയ്ക്കാം. എൻ്റെ ചോക്ക് തീർന്നുകൊണ്ടാട്ടോ ഇങ്ങനെ മേടിക്കാൻ മറന്നു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എല്ലാം വരച്ചിട്ട് രണ്ട് കൈക്കും വേണമല്ലോ. പത്രം എത്രയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് ആ സ്ലീവിൻ്റെ ചുറ്റും വെച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ക്രോസ് പീസ് കുറച്ചും കട്ട് ചെയ്യാം. ഗൈസ്, ഞാൻ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. നിങ്ങൾക്ക് എത്ര ഉണ്ടോ അത്ര എടുത്തോ. ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന പീസൊക്കെ വെച്ച് ക്രോസ് പീസും മറ്റേ നെക്കിൻ്റെയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുണ്ടോ, ഇതെന്നാന്ന് വെച്ചാൽ നമുക്ക് താഴെ കട്ട് ചെയ്ത് കഴിഞ്ഞ് മിച്ചം വന്നില്ലേ, ആ തുണിയാണിത്. ഇതിൽ നമുക്ക് താഴെ ഫ്രില്ലടിക്കാൻ ഉണ്ടാവത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു സൈഡിൽ പോക്കറ്റ് വെച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു. എന്നായാലും ഒരു സുഖമുള്ള ഡ്രസ്സാണ്. അപ്പം എൻ്റെ കൂടെ ഒരു പോക്കറ്റും കൂടെ ആയാൽ അതിനേക്കാളും രസമാണല്ലോ. അതിനു വേണ്ടി എത്ര ഇഞ്ച് എന്നൊക്കെ പറഞ്ഞേ, ഇവിടെ ഒരു 5 ഇഞ്ച് എടുത്തു. 5 ഇഞ്ചുള്ള ഭാഗത്ത് ഇത് ഇങ്ങനെ കട്ട് ചെയ്യും. ആ മിച്ചം വന്ന ഫാബ്രിക് നിവർത്തി വെക്കുമ്പോൾ ഇതേ ഒരു ഷേപ്പായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ കുനിപ്പുള്ള ഭാഗമാണ് ഇങ്ങനെ 5 ഇഞ്ച് ഞാൻ എടുത്തത്. ഇവിടെ നിന്നൊരു 12 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തോ. 12 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ്, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. പോക്കറ്റിൻ്റെ വലിപ്പം അറിയാൻ, ഇതിപ്പം ഞാൻ ചെറിയൊരു പോക്കറ്റാണ് വെച്ചത്. എനിക്കിവിടെ ഇങ്ങനെയൊക്കെ വെക്കാം. നിങ്ങളിത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി, കൈ അകത്ത് കയറും. ഇനി നമുക്ക് ചെറിയൊരു പോക്കറ്റാണ് ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഇവിടെ വലുതാക്കാൻ വേണമെങ്കിൽ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 6.5 മാർക്ക് ചെയ്യാം.
ഇവിടെ 7 മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു 2 കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു കട്ട് ഇടും. ഇത് മാറ്റി വെക്കും. ഇനി നമുക്ക് ഇത് ഫ്രില്ലിന് വേണ്ടി തികയത്തൊന്നുമില്ല, ചുമ്മാ നോക്കാം. ഇത് നോക്കണ്ട, അല്ലെങ്കിൽ ഇത് ഭംഗിയാണ്. ഇനി നമുക്ക് ഈ ഷോൾഡറൊക്കെ 2 അടി അടിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചതേ ഉള്ളൂ. 2 അടിയൊക്കെ അടിക്കണം ഷോൾഡർ. ഇനി നമുക്ക് നെക്ക് ജോയിൻ ചെയ്യണം. ഇത് സ്ലീവ് ജോയിൻ ചെയ്യണം. നമുക്കിതിൻ്റെ ഒരു സൈഡില്ലേ, ഇതിൻ്റെ ഒരു സൈഡ് എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം, ഹാഫാക്കാം. അതിന് ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഈ ആം ഹോളിൻ്റെ ആ സൈഡില്ലേ, പോക്കറ്റിന് വേണ്ടി കട്ട് ചെയ്യാം. ഇങ്ങനെ 2 പകുതിയായിട്ട് ഇട്ടിട്ട് നിങ്ങൾ പോക്കറ്റ് വെക്കുന്നില്ലെങ്കിൽ സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ലൂസ് ആണെങ്കിൽ, ആംഹോളിൻ്റെ അവിടെ ലൂസാണ്, കട്ട് ചെയ്ത് ഇച്ചിരി കൂടി പോയെങ്കിൽ വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് വെട്ടിയത് പോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇടണം. പൊന്നും കണ്ണാണ് അടിച്ചു പോകുന്നത് ഈ ഒരു ഡിസൈനായിട്ട്. ഈ കട്ട് തൊട്ട് ഈ പോക്കറ്റിൻ്റെ ഇതിലെ കട്ട് വരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്യണം. പിന്നെ 2 സൈഡ് അടിക്കുന്നതിന് മുമ്പ് 2 സ്ലീവ് നമുക്ക് ഫിനിഷ് ആക്കണം. അതിന് വേണ്ടി ക്രോസ് പീസ് എല്ലാം, ഈ ക്രോസ് പീസ് എല്ലാം കൂടെ ഇങ്ങനെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം. അങ്ങനെ അടിച്ചടിച്ച് ഒരു ചെയിൻ പോലെ ആക്കണം. ഓക്കെ, അങ്ങനെ ഫുൾ അടിച്ച് ചെയിൻ പോലെ ആക്കിയിട്ട് അത് വെച്ച് നമുക്ക് സ്ലീവ് ചെയ്യാം. പിന്നെ ചെയ്തിട്ട് വരാതെ പോക്കറ്റും വെക്കണം. ഞാൻ പോക്കറ്റിൻ്റെ സൈഡ് വെച്ചു. പിന്നെ പോക്കറ്റിൻ്റെ സൈഡ് വെച്ച് ഇനി നമുക്ക് സ്ലീവ്, ഞാൻ പറഞ്ഞ പോലെ പോക്കറ്റിൻ്റെ സൈഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കാണിക്കാതെ സ്ലീവ് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത്. ആ ക്രോസ് പീസ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ക്രോസ് പീസ് ഉണ്ടാക്കിയല്ലോ, ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം, ഡ്രസ്സിൻ്റെ നല്ല വശം സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ നിവർത്തി വെക്കുക. എന്നിട്ട് ക്രോസ് പീസ് എടുത്തിട്ട് നല്ല വശം അതിൻ്റെ പൊക്കത്തോട്ട് വെക്കുക. നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ അടിക്കണം. നൂലടയ്ക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് തിരിച്ചിട്. ഇങ്ങനെ ക്രോസ് പീസ് തന്നെ
ഇങ്ങനെ ക്രോസ് പീസ് വന്നേക്കുവാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പോൾ. ഇനി ഇതെടുത്ത് ഇതിങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ചിങ് കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരില്ലേ, അതിങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ പുറത്തോടെ ഇത് ഇങ്ങനെ സൈഡിൽ കൂടെ തയ്ക്കുക. ക്രോസ് പീസിൻ്റെ പൊക്കത്തോടെ കേട്ടോ. താഴത്തെ നമ്മൾ രണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത ആ മിച്ചം ഭാഗവും ഇങ്ങോട്ട് കയറി വെക്കണം. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് നേരെ ക്രോസ് പീസിൽ ചേർത്ത് ഇങ്ങനെ നേരെ അടിക്കുക. താഴത്തെ ഭാഗവും ഇങ്ങോട്ടായിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണേ. ഇനി നമുക്ക് ഇതാ ഈ ക്രോസ് പീസ് ഹാഫായിട്ട് മടക്കണം. ആ സ്റ്റിച്ചിങ് വരുന്ന വരെ ഇങ്ങനെ മടക്കുക. സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ എൻഡ് കൊണ്ടുപോകണം. എന്നിട്ട് അകത്തോട്ട് ഇങ്ങനെ മടക്കണം. ഇപ്പോൾ സ്റ്റിച്ചിങ് എൻഡായിട്ട് വരും, ഇവിടെ ഫിനിഷിങ് ആവും, അകത്തത് ഇങ്ങനെ മടങ്ങിയിരിക്കും. എന്നിട്ട് ഈ മടങ്ങി ഈ സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ മടക്കി മടക്കി കൊടുക്കണേ എൻ്റെ വരെ. ഹാഫ് ആ സ്റ്റിച്ച് വരെ മടക്കുക, പിന്നെ അകത്തോട്ട് മടക്കുക. ഇതേപോലെ രണ്ട് സൈഡും നെക്കും നമ്മളിങ്ങനെ തന്നെയാണ് ഫിനിഷ് ചെയ്യേണ്ടത് കേട്ടോ. വീനൊക്കെ ആയതുകൊണ്ട് മുമ്പ് വി പോലെ കട്ട് ചെയ്തേക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുള്ളതേ ഉള്ളൂ. ഇത് തന്നെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ പ്രോസസ്സ്. ഇങ്ങനെ രണ്ട് സ്ലീവും ഇതേപോലെ മടക്കി അടിക്കണം. ഇത് റൗണ്ടായിട്ടായിരിക്കണം, അപ്പോൾ അതേപോലെ ചെയ്താൽ മതി, റൗണ്ടാക്കി. ഇനി നമുക്ക് നെക്ക് കൂടെ ചെയ്യാം. ഈ ഫ്രണ്ടിലെ നെക്കിന് ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബാക്കിലെ നെക്ക് കണ്ടില്ലേ, വി പോലെയാണല്ലോ ഇരിക്കുന്നത്, കണ്ടോ? പക്ഷെ ഫ്രണ്ടിലെ നെക്ക് ഞാൻ 1/2 ഇഞ്ച് ഇങ്ങനെ നീക്കിയിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പില്ല. അപ്പം നമുക്കത് വി നെക്ക് പോലെ ആക്കണം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മടക്ക് വരുന്ന ഒരു രീതിയിലാക്കാൻ വേണ്ടിയാണ്. അപ്പം അതിന് വേണ്ടി ഇത് നല്ല വശം ഞാൻ കാണിച്ചേക്കുന്നത്. ചീത്ത വശത്തോട്ട് ഇങ്ങനെ നല്ല വശം ഒരുമിച്ച് വെക്കുന്ന രീതി ഇങ്ങനെ മടക്കണം. എന്നിട്ട് നെക്ക് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ എല്ല് പോലെ വരുമല്ലോ, അതിൽ നിന്ന് ആ എല്ലിൻ്റെ ഈ പോയിന്റ് ഇല്ലേ മിഡിലിൽ ഇങ്ങനെ വരുമ്പോൾ ഈ പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് നേരെ താഴത്തോട്ട് ഒരു 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. മടക്കി ഇട്ടിട്ട് ഇത് തിരിച്ചെടുത്ത് നോക്കാം. ഇപ്പം ഫ്രണ്ടും ബാക്കും വി പോലെ ആയല്ലോ. ഇങ്ങനെ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ടിനും ബാക്കിനും വേണ്ടി കട്ട് ചെയ്ത് വെച്ചത് നിവർക്കണം. എന്നിട്ട് ചീത്ത വശം എടുത്ത് നല്ല വശം ഇങ്ങനെ വെക്കുക, വീടെ പോർഷൻ. എന്നിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഈ വി പോലെ ഇരിക്കുന്നതിൻ്റെ അവിടെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പിന്നെ എടുത്തിട്ട് ഈ വരച്ച പോയിന്റും ഈ പോയിന്റും കൂടെ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾക്കിങ്ങനെ ഇതുമായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് ഇങ്ങനെ വെക്കണേ. കട്ട് പീസ് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കുറച്ചിവിടെ ഇത് ഇങ്ങനെ വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ വര വന്നെടുത്ത് എന്ത് ചെയ്യണം, കുത്തി നിർത്താം. എന്നിട്ട് തിരിക്കണം. അപ്പോൾ കറക്റ്റ് വി കിട്ടും. നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാറിയാണെങ്കിൽ ചെയ്തു. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് തോന്നി. പിൻ മാറ്റിയിട്ട് തിരിച്ച് കറക്കി തിരിച്ചെടുക്കുക. ഇതെവിടം വരെ ഉണ്ടോ അവിടെ കൊണ്ട് നിർത്തുക. കുറച്ച് ഇങ്ങനെ വിട്ടിട്ട് നിർത്തുക. എന്നിട്ട് നമുക്ക് മറ്റേ സൈഡ് ഇതേപോലെ ചെയ്യാം. മറ്റേത് ഇതേപോലെ ഓപ്പൺ ആക്കുക. ഇങ്ങനെ നടുക്കൊരു ഇത് വരയ്ക്കുക. ഈ വീട് അവിടെ കൊണ്ടുവെക്കുക. പിന്നെ കുത്തുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ എൻഡ് ചെയ്ത് എവിടെയാണോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ട്. ഇവിടെ എൻഡ് ചെയ്യുക. എന്നിട്ട് ഈ 2 മിച്ചം വന്നതില്ലേ അതിങ്ങനെ കൂട്ടിപ്പിടിച്ച് എൻഡ് ചെയ്ത് അവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് കളയണം. അതേപോലെ 2 സൈഡിലും ഉണ്ടാവും. അത് രണ്ടും കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് മറ്റേ ഞാൻ കൈ കാണിച്ചില്ല അതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അതേപോലെ മറ്റേ സ്ലീവ് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ ആ സൈഡ് എങ്ങനെയായിരിക്കണ്ടേന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെക്കാം. മോളിൻ്റെ അവിടെ ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ 1 ഇഞ്ച് നീക്കിയാണ് തയ്ക്കുന്നത്. എനിക്ക് ലൂസ് ആയതുകൊണ്ട് ഇനി ഇവിടെ കണ്ട പോക്കറ്റ് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇങ്ങനെ നല്ല വശമാണല്ലോ ചേർത്ത് വെച്ചേ. അപ്പം അതിങ്ങനെ തിരിച്ച് ഇങ്ങനെ പുറത്തോട്ടാക്കാം. 2 സൈഡും ഇങ്ങനെ വരും. ഇങ്ങനെ അപ്പം 2 ഒരുമിച്ച് വെക്കാം കറക്റ്റ് ഷേപ്പിൽ. എന്നിട്ട് ഇവിടെ കുത്തി നിർത്തി തിരിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിക്കുക. ആ പോക്കറ്റിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ 2 കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കുക. ഇവിടെ കണ്ടോ കുറച്ച് താഴത്തോട്ട് ഇറങ്ങി കിടക്കും. എന്നിട്ട് നേരെ തിരിക്കുക. ഇനി അവിടെ നേരെ അവിടെ ഒരു കെട്ടൊക്കെ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ നേരെ താഴെ വരെ തയ്ക്കും. ഒക്കെ ചെയ്തു. ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടെ ഞാൻ ഷേപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മറ്റേ സ്ലീവും കൂടെ എനിക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. പിന്നെ താഴത്തെ ഭാഗം ഫ്രില്ല് വേണ്ടവർ ഇതിൻ്റെ താഴത്തേക്ക് ഫ്രില്ല് വെച്ചിട്ട് അതിൻ്റെ താഴെ മടക്കി ഇങ്ങനെ അടിക്കുക. അല്ലാത്തവർ ഇതിൻ്റെ താഴെ ഇങ്ങനെ മടക്കി അടിക്കുന്നത്. ചിലപ്പോൾ ഫ്രില്ല് വെക്കും, ചിലപ്പോൾ ഫ്രില്ല് വെക്കത്തില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഫൈനൽ ഇട്ട് കാണിക്കാം കേട്ടോ. ബൈ.
താഴെ ഫ്രില്ല് വെക്കാൻ കൂടി ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ സ്ലീവിൽ ഇതാണ്ട ലേസ് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് കാണാം. അപ്പോൾ അതേപോലെ ഞാൻ ഈ സൈഡിലും കൊടുക്കാൻ പോവാം. 2 സ്ലീവിൽ മാത്രം, നെക്കിലൊന്നും കൊടുക്കുന്നില്ല, സ്ലീവിൽ ഇങ്ങനെ ഒരു ഫ്ലവർ കൊടുത്ത ലേസ്. നിങ്ങൾ ഫ്രില്ല് വെക്കണമെങ്കിൽ ഒരു 3 മീറ്ററെങ്കിലും മേടിക്കുക കേട്ടോ. ഞാൻ 2.5 മേടിച്ചുകൊണ്ട് ഫ്രില്ല് വെക്കാവുന്ന ഇല്ലായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റും, പക്ഷെ അങ്ങനെ ഒരു ഭംഗിയില്ല. ഞാൻ ഉദ്ദേശിച്ചോടെ വരികയില്ല, അത് വേണ്ടെന്ന് വെച്ചു. ഫ്രില്ലില്ലാത്ത ഡ്രസ്സായിരുന്നു ഞാൻ ഫസ്റ്റ് വേണ്ടായിരുന്നേ. ഞാൻ ഏത് ആംഗിളിൽ എടുത്തിട്ട് ഫുൾ ഡ്രസ്സ് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ മിററിലും കൂടെ കാണിക്കാം കേട്ടോ. ലാസ്റ്റ് ഞാൻ താഴെ ഫ്രില്ല് വെക്കാതെ ലേസ് ഡീറ്റെയിലിങ് കൊടുത്തു. ഫ്രില്ലിനുള്ള മെറ്റീരിയൽ വേണമെങ്കിൽ നിങ്ങൾ 3 മീറ്റർ എടുത്തിട്ട് ചെയ്യട്ടോ. ഞാൻ അവസാനം ഈ ഒരു ഇതെനിക്കിഷ്ടമായി. ഭയങ്കര കംഫിയാണ്. പിന്നെ ഇതേ പോക്കറ്റ് ഇത്രയും ഫ്ലെയർ ആവും. നമുക്ക് ഇത്രയും പൊക്കാം. യെസ്, ഒരു സൈഡിലെ പോക്കറ്റ് ഉള്ളൂ, പക്ഷെ സൂപ്പർ കംഫി. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അത് കുറച്ച് കൺഫ്യൂഷൻ നിങ്ങളെ ട്യൂട്ടോറിയൽ എടുത്തപ്പോൾ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. ഇനി ഇങ്ങനെ ഇതേപോലെ ചെയ്തെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. പെർഫെക്റ്റ് ഡ്രസ്. ഇതിഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. ഫുള്ളായിട്ട് എനിക്ക് നേരത്തെ ഫ്രണ്ട് ക്യാമറ എടുക്കാൻ പറ്റണില്ല. വളരെ സൂപ്പർ ഡ്രസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ പോക്കറ്റ്, ഇതും ചെരിഞ്ഞു പോകുന്നല്ല. ഓക്കെ, ഇവിടെ പോക്കറ്റ്. ഇത്രേ ഉള്ളൂ. വരുന്ന വ്ളോഗിലൊക്കെ ഞാൻ ഇതൊക്കെ ഇടും കേട്ടോ.